സുന്ദരം പവർഡ് ബൈ കുറഞ്ഞ വൈദ്യുതി പവർഫുൾ പമ്പിംഗ് സിനിക്കോൺ പമ്പ്സ്. Co-sponsored by കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു. മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. തലമുറകളുടെ അനുഗ്രഹവുമായി ഭീമ ജുവലറി ഇപ്പോൾ പത്തനംതിട്ടയിലും. ഇനി നല്ലതേ വരൂ. നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭൂമിയുടെ പ്രാർത്ഥന പോലെ ചെടികൾ കയ്യിൽ ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് പൂക്കൾ. പൂക്കൾ കാണുകയും ആ സൗരഭ്യം നുകരുകയും ചെയ്യുക എന്നാൽ സുഹൃതം തന്നെയാണ്. ആ സുഹൃതം തേടിയാണ് ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുന്നത്. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര നെടിയത്ത് വീട്ടിൽ രവീന്ദ്രൻ ഉഷ ദമ്പതികളുടെ പൂന്തോട്ടത്തിലേക്ക്. ഓർക്കിഡും ആന്തൂറിയവും ഒക്കെയായി പേരറിയാത്തതും പേരറിയാവുന്നതുമായ നിരവധി പൂക്കളുടെ വലിയ ഒരു പൂപ്പാലിക തേടി പോകാം. ഒപ്പം കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിൽ നെടിയത്ത് വീട്ടിൽ 4 ഏക്കർ വരുന്ന വിശാലമായ ഭൂമിയിൽ അവിടെയാണ് വിദേശിയും സ്വദേശിയുമായ പുഷ്പങ്ങൾക്ക് വാസസ്ഥലം. പാല ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ കുടപിടിക്കുന്ന, കൽപ്പവൃക്ഷങ്ങൾ കുടപിടിക്കുന്ന വിശാലസുന്ദരമായ ഒരു തണലിലാണ് പൂന്തോട്ടം. ആന്തൂറിയവും ഓർക്കിഡും ഉൾപ്പെടെയുള്ള വിദേശ സുന്ദരികൾ ഒരു ഭാഗത്ത്, തെറ്റിയും പാലപ്പൂവും ജമന്തിയും ഉൾപ്പെടെയുള്ള നാടൻ പുഷ്പങ്ങൾ മറുഭാഗത്ത്. വിശാലസുന്ദരമായ ഈ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ആരെയും മോഹിപ്പിക്കുന്ന വർണ്ണങ്ങളും സൗരഭ്യവുമാണ് ഈ തോട്ടത്തിലുള്ളത്. അത് ആസ്വദിക്കുക തന്നെ വേണം. ഓരോ ഇടത്തും പ്രത്യേക മനോഹാരിത കൈവരുത്തുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പൂന്തോട്ടത്തിന്റെ പ്രത്യേകത. ഓരോ ഇനത്തിനും പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ആന്തൂറിയത്തിന് പ്രത്യേക തോട്ടം, ഓർക്കിഡിലെ വിവിധ ഇനങ്ങൾക്കായി പ്രത്യേക തോട്ടം, നാടൻ പുഷ്പങ്ങൾക്കും ചെടികൾക്കുമായി പ്രത്യേക ഇടങ്ങൾ, ഇവയ്ക്കെല്ലാം പ്രത്യേക വാസസ്ഥലം ഒരുക്കി എന്നുള്ളത് വലിയൊരു മേന്മയാണ്. നെടിയത്ത് വീട്ടിൽ ഓരോ ഇനത്തിനും അന്താരാഷ്ട്ര വ്യവസ്ഥകളനുസരിച്ച് ഇടം നൽകാൻ രവീന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് ചട്ടികളിലാണെങ്കിൽ ചിലർക്ക് പ്ലാസ്റ്റിക് ബൊക്കകളിലാണ് സ്ഥാനം. ചില ചെടികൾക്ക് മരം ചുറ്റി പടരാനാണ് യോഗ്യത. വൻമരങ്ങളിലേക്ക് പടർന്നു കയറുകയും പുഷ്പിച്ച് തിരിതെടുത്ത് കുലയ്ക്കുകയും ചെയ്യുന്ന ധാരാളം പുഷ്പങ്ങൾക്കും അനുയോജ്യമായ വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നത് ഈ പൂന്തോട്ടത്തിന്റെ ഒരു മേന്മയാണ്. പൂന്തോട്ടത്തിലൂടെ യാത്ര ചെയ്യാം. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര നെടിയത്ത് വീട്ടിലെ പൂന്തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സുഗന്ധവാഹിനിയായ ഒരു കാറ്റ് ഞങ്ങളെ തഴുകുന്നുണ്ട്. ഒക്കെയും വിദേശീയ പുഷ്പങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം. ഓർക്കിഡും ആന്തൂറിയവുമാണ് അവയിൽ ഏറെ. കയറി ചെല്ലുന്ന ആരെയും ആദ്യം വരവേൽക്കുന്നത് ഓർക്കിഡ് തോട്ടമാണ്. കണ്ണെത്താ ദൂരത്തോളം വിവിധ ഇനങ്ങളിൽ ഓർക്കിഡ് പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. വർണ്ണങ്ങളുടെ ഒരു വസന്തം തന്നെയാണ് നെടിയത്ത് വീട്ടിലെ ഈ പൂമുറ്റം. അവയിൽ വൻമരങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ, ചെറുവള്ളികളിൽ മൊത്തം പുഷ്പിച്ചു ഉലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് ചെടികൾ, ചെറു കമ്പുകളിൽ പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ, ചെറുവൃക്ഷങ്ങളിലും ചെറു പൂച്ചെടികളിലും പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ, അങ്ങനെ വിവിധ പ്രകൃതിയും സ്വഭാവമുള്ള നിരവധി പുഷ്പങ്ങൾ ഇവിടെ കാണാം. ഓർക്കിഡ് എന്നാൽ ഒരു വിദേശീയ പുഷ്പമാണ് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. എങ്കിൽ പോലും കേരളത്തിലെയും സഹ്യാദ്രികളിലും അതോടൊപ്പം തന്നെ ഹിമാലയൻ വനനിരകളിലുമൊക്കെ പ്രശസ്തങ്ങളായ ധാരാളം ഓർക്കിഡ് സുന്ദരികളുണ്ട്. ഓർക്കിഡിന്റെ ചരിത്രം തന്നെ വിദേശീയ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ബാബിലോണിയൻ പൂന്തോട്ടത്തിലും ചൈനയിലുമൊക്കെ തന്നെ സിംബിഡിയം ഉൾപ്പെടെയുള്ള ധാരാളം ഓർക്കിഡ് കുടുംബ പുഷ്പങ്ങളെക്കുറിച്ച് പരാമർശവുമുണ്ട്. ഓർക്കിഡ് വർണ്ണം കൊണ്ട് വിരിഞ്ഞ പുഷ്പങ്ങളാണെങ്കിൽ പോലും ചില പുഷ്പങ്ങൾക്ക് അല്പ സുഗന്ധം കൂടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും സുഗന്ധവാഹിനിയായ ഒരു പുഷ്പമാണ് ഡവ് എന്ന ഇനം. നെടിയത്ത് വീട്ടിലെ മിക്കവാറും വൃക്ഷങ്ങളിലൊക്കെ തന്നെ ഡവ് ഇനത്തിന്റെ ഒരു ശൃംഖല തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഡവ് എന്നാൽ ചെറുപ്രാവുകൾ എന്നാണ് അർത്ഥം. ഇവിടെ പുഷ്പങ്ങൾക്ക് ഒരു ചെറുപ്രാവുകളുടെ
ചുണ്ടും അതോടൊപ്പം അതിൻ്റെ തലപ്പൂവും ഒക്കെ ആയിട്ട് ചെറിയ സാമ്യമുണ്ട്. മിക്കവാറും പുഷ്പങ്ങളൊക്കെ തന്നെ വെളുത്ത പുഷ്പങ്ങളാണ്. ശുഭ്രശോഭയാണ് ഡവ് പുഷ്പങ്ങൾക്കുള്ളത്. ഏതാണ്ട് ഒരു 12 അടി അകലത്തിൽ വരുമ്പോൾ തന്നെ ഡവ് പുഷ്പങ്ങളുടെ ഒരു മാദക സുഗന്ധം നമ്മുടെ നാസാരന്ധ്രങ്ങളെ തുളച്ചു കയറും. ഡവ് പുഷ്പങ്ങൾ ഏതാണ്ട് 3 മാസത്തോളം കുലകുലയായി വിരിഞ്ഞു നിൽക്കും. 3 മാസത്തിനു ശേഷം പൂക്കൾ കൊഴിഞ്ഞുപോയി വീണ്ടും പുതിയ പൂക്കൾ. വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഡവ് ഇനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഒരു തൊണ്ടിന്റെ മടക്കിലോ ചെറു ചകിരിച്ചോറിലോ ഒക്കെ തന്നെ മരങ്ങളിലേക്ക് പടർന്നു കയറ്റാൻ രീതിയിൽ വേരുപടലം പിടിപ്പിക്കുവാൻ ഡവ് ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകൾക്കാവും. പിന്നീടുള്ളത് വിശാലമായ ഓർക്കിഡ് തോട്ടമാണ്. അവിടെ ബാൻഡ ഉൾപ്പെടെയുള്ള ലോകപ്രശസ്തമായ ഇനങ്ങൾ, ഫലനോപ്സിസ് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ, മൊക്കാറ എന്ന സങ്കര ഇനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രശസ്തമായ ലില്ലി ഇനങ്ങൾ, ഇവയൊക്കെ തന്നെ ചേർന്ന ഒരു സങ്കരമാണ് ഈ ഓർക്കിഡ് ഗാർഡൻ, അതായത് ഓർക്കിഡ് പൂന്തോട്ടം നെടിയത്ത് വീട് കാണികൾക്ക് സമ്മാനിക്കും. ബാൻഡ നമുക്കറിയാം, അതിൽ റോബർട്ട് ബ്ലൂ ഉണ്ട്, ഫ്ലാറ്റ് ബ്ലൂ ഉണ്ട്, സയ ഉണ്ട്. അത്തരത്തിലുള്ള വളരെ പ്രശസ്തമായ ഒരു പുഷ്പസ്നേഹികൾക്കും പുഷ്പവിപണികൾക്കും വളരെ പ്രിയങ്കരമായ ഒരു കുടുംബമാണ് വാൻഡേഷ്യസ് ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് പൂക്കൾ. വാൻഡേഷ്യസിന്റെ അതിന്റെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത തന്നെ ഈ പുഷ്പദളങ്ങൾ അല്പം വിടർന്നതാണ്. അവയ്ക്ക് ഒരു തുകലിന്റെ ഒരു മാർദ്ദവും ഒരു മൃദുലതയും ലാവണ്യവുമൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒത്തിരി വ്യത്യസ്തങ്ങളായ ഒത്തിരി നിറങ്ങളിലേക്ക്, അതായത് വയലറ്റിന്റെ തന്നെ വിവിധ വർണ്ണങ്ങൾ, ചുവപ്പിന്റെ വിവിധ വർണ്ണങ്ങൾ, മഞ്ഞയുടെ വിവിധ വർണ്ണങ്ങൾ, അങ്ങനെ വിവിധ വർണ്ണങ്ങളിലേക്ക് പടർന്നു കയറുന്ന പുഷ്പങ്ങൾ തന്നെയാണ് വാൻഡ. കുലകുലയായി വിരിഞ്ഞുമറിയുന്ന വാൻഡ പുഷ്പങ്ങൾക്ക് വിപണിയിൽ എന്നും വലിയ ഡിമാൻഡാണുള്ളത്. അതിപ്രഭാവത്തിലും സയന്നത്തിലുമാണ് ഈ പൂക്കൾക്ക് കൂടുതൽ ചാരുത വരുന്നത് എന്നത് ഇവിടെ എത്തുന്ന ആർക്കും മനസ്സിലാവും. കുറഞ്ഞത് 3 മാസത്തേക്കെങ്കിലും ഒരു കുലയിൽ ഭംഗിയായി പൂക്കൾ വിടർന്നു നിൽക്കുക എന്നുള്ളത് ഓർക്കിഡിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വിപണിപ്രിയം ഏറെയാണ് പലപ്പോഴും ഓർക്കിഡ് പൂക്കൾക്ക്. മറ്റൊരു പ്രശസ്തമായ കുടുംബം എന്ന് പറയാൻ കഴിയില്ല, സങ്കര ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് പുഷ്പമാണ് മൊക്കാറ. മൊക്കാറ നമുക്കറിയാം, സ്വിറ്റ്സർലൻഡ്, അതോടൊപ്പം തന്നെ തായ്ലൻഡ്, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊക്കാറ, അതായത് ഒരു സങ്കര ഇനത്തിൽപ്പെട്ട വാൻഡ ഉൾപ്പെടെയുള്ള ചില കുടുംബത്തിലെ ചില സസ്യങ്ങളും അതോടൊപ്പം മറ്റു ചില പ്രശസ്തരായ ഓർക്കിഡ് സസ്യങ്ങളും ചേർന്ന് ഉണ്ടായിട്ടുള്ള ഇനമാണ് മൊക്കാറ. മൊക്കാറയിൽ വിവിധങ്ങളായ ധാരാളം ഇനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാലയ റെഡ് പോലെയൊക്കെയുള്ള നല്ല ചോരചുവപ്പൻ നിറമുള്ള പൂക്കളുടെ വലിയ കുലകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ് മൊക്കാറ. നമുക്ക് സിംഗപ്പൂരിലും മറ്റും ചെന്നു കഴിഞ്ഞാൽ, തായ്ലൻഡിലും മറ്റും ചെന്നു കഴിഞ്ഞാൽ ഈ മൊക്കാറ ഇനങ്ങളുടെ വളരെ പ്രശസ്തമായ ധാരാളം ഇനങ്ങളെ, അത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഇനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൊക്കാറ ഒരുപക്ഷെ നമ്മൾ ഓർക്കിഡിന്റെ വലിയ റെഫറൻസ് ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ ഓർക്കിഡ് ലൈബ്രറികളിലോ ഒന്നും ചെന്നാൽ മൊക്കാറ എന്ന ഒരു ഇനത്തെ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ പോലും വിവിധ ഇനങ്ങളുടെ ഒരു സങ്കരം ചേർന്നതാണ് മൊക്കാറ. മൊക്കാറ പുഷ്പങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുള്ള വാൻഡ പോലെ വലിയ വിസ്തൃതമായ ദളങ്ങളുള്ള പുഷ്പങ്ങളല്ല. പല പുഷ്പദളങ്ങൾക്കും പല ആകൃതിയാണ്. എങ്കിലും കുട പോലെ വിരിഞ്ഞ് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും പോകാനും ചെറിയ രീതിയിലുള്ള ഒരു തീഷ്ണ സുഗന്ധം അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ളൊരു സുഗന്ധം പരത്തുവാനും മൊക്കാറ ഇനങ്ങൾക്ക് കഴിയും എന്നുള്ളത് അതിന്റെ തന്നെ ഓർക്കിഡ് കുടുംബത്തിന്റെ തന്നെ ഒരു പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു പ്രത്യേകതയാണ്. ജന്മം കൊണ്ട് വിദേശീയരെങ്കിലും പലപ്പോഴും കേരളത്തിൽ ഏറ്റവും ജനപ്രിയമായ 2 ഇനങ്ങൾ ഓർക്കിഡ് കുടുംബത്തിലുണ്ട്. ഓർക്കിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഓർമ്മ വരുന്നത് ഫലനോപ്സിസ് എന്ന ഇനവും ഡെൻഡ്രോബിയം എന്ന ഇനമാണ്. ഡെൻഡ്രോബിയവും ഫലനോപ്സിസും കുലകുലയായി വിരിഞ്ഞ് വളരെ പ്രഭ ചൊരിയുന്ന രീതിയിൽ ആകർഷണീയമായി നിൽക്കുന്ന പുഷ്പങ്ങളാണ്. ഫലനോപ്സിസ് നമുക്കറിയാം, പലപ്പോഴും അതിന് ശലഭത്തിന്റെ ആകൃതിയുള്ളതുണ്ട്. അതായത് ഫലനോപ്സിസ് പൂന്തോട്ടത്തിൽ എത്തിച്ചേരുന്ന ആർക്കും ശലഭങ്ങളുടെ ഒരു കൂടാരത്തിലെത്തിയ പ്രതീതി ഉണ്ടാവും. വർണ്ണച്ചിറകുകൾ, അതായത് ആരെയും അസൂയപ്പെടുത്തുന്ന വർണ്ണങ്ങളുടെ ഒരു മേളനം തന്നെ ഫലനോപ്സിസ് കുടുംബത്തിനുണ്ട്. പല പൂക്കളും ഓരോന്നായി നമ്മൾ അടർത്തിയെടുത്ത് നോക്കിയാൽ പോലും ശലഭത്തിന്റെ പതംഗത്തിന്റെ ആകൃതിയിലുള്ള പുഷ്പങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഫലനോപ്സിസ് പലപ്പോഴും പുഷ്പ വിപണിയിൽ ഏറ്റവും
ആകർഷകമായ ഇനമായതും അതോടൊപ്പം തന്നെ പുഷ്പസ്നേഹികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇനമായതും. ഡെൻഡ്രോബിയം മറ്റൊരു കുടുംബത്തിൽപ്പെട്ട ഓർക്കിഡ് പുഷ്പമാണ്. ഡെൻഡ്രോബിയം കാറ്റിൽ ആടി ഉലയുന്ന പുഷ്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൂമി തലത്തിൽ നിന്ന് ഏകദേശം ഒരു 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഉയരത്തിലൊക്കെയാണ് ഈ പുഷ്പങ്ങളെ പടർന്നു കയറാൻ, ഇതിന്റെ ചെടികളെ പടർന്നു കയറാൻ, ഓർക്കിഡ് ചെടികളെ പടർന്നു കയറാൻ അനുവദിക്കുക. അതായത് പുഷ്പങ്ങൾ വിരിഞ്ഞ് മുകളിലേക്കോ താഴേക്കോ തൂങ്ങുമ്പോൾ അവ കാറ്റിലാടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഡെൻഡ്രോബിയം പുഷ്പങ്ങളുടെ ഒരു ആകർഷണീയതയാണ്. അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും വിവിധ ഇനങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങൾ, ഓർക്കിഡ് സുന്ദരിമാരെ പരമാവധി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെ സംഘടിപ്പിച്ച് നിറയ്ക്കുവാൻ, ഈ ഓർക്കിഡ് പൂന്തോട്ടം നിറയ്ക്കുവാൻ രവീന്ദ്രൻ ഉഷ ദമ്പതികൾക്കായി. അത് കേരളത്തിന് മറ്റൊരു സുഹൃതം കൂടിയായി എന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ലതിനായ വിശക്കൂ. ഈസ്റ്റേൺ, ഇന്ത്യയിലെ നമ്പർ 1 സ്പൈസ് കമ്പനി. നിങ്ങളുടെ സമ്പാദ്യം സുഭദ്രമാക്കുവാൻ ICL അവതരിപ്പിക്കുന്നു ICL നിധി ലിമിറ്റഡ്. കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം നവംബർ 5-ന്. ICL ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ KG അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീ TV ഇന്നസെന്റ് MP നിർവഹിക്കുന്നു. ITC ബാങ്ക് ചെയർമാൻ ശ്രീ MP ജാക്സൺ മുഖ്യാതിഥിയാകുന്നു. ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ ശ്രീ പനമ്പള്ളി രാഘവ മേനോൻ ആശംസകൾ നേരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. ICL നിധി ലിമിറ്റഡ് ഒരു ഭാരത സർക്കാർ അംഗീകൃത ധനകാര്യ സ്ഥാപനം. സെക്യൂർ യുവർ സേവിംഗ്സ് വിത്ത് ICL. ഹരിതം സുന്ദരം പവേർഡ് ബൈ കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. co-sponsored by കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു. മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. തലമുറകളുടെ അനുഗ്രഹവുമായി ഭീമ ജുവലറി ഇപ്പോൾ പത്തനംതിട്ടയിലും. ഇനി നല്ലതേ വരൂ. ഏതാണ്ട് 50 വർഷം പഴമയുള്ള ഒരു പാലമരത്തിന്റെ ചുവട്ടിലാണ് നെടിയത്ത് വീട്ടിലെ